ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ഡയമണ്ട് സ്റ്റോർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എപ്പോഴായിരിക്കും പിങ്ക് ഡയമണ്ട് സ്റ്റോർ കാണാൻ സാധിക്കുക? നമുക്ക് എന്തൊക്കെ പുതിയ റിവാർഡ്സ് ആയിരിക്കും നമുക്ക് പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ കാണാൻ സാധിക്കുക? കൂടെ പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ നല്ല ലെജൻഡറി ആയിട്ടുള്ള ഗ്ലൂ വാളുള്ള സ്കിന്നൊക്കെ കാണാൻ സാധിക്കുമോ? പിങ്ക് ഡയമണ്ട് സ്റ്റോർ നമ്മുടെ ഫ്രീ ഫയറിൽ അവസാനിച്ചപ്പോൾ കുറച്ച് പ്ലേയേഴ്സിന്റെ കയ്യിലാണെങ്കിൽ പിങ്ക് ഡയമണ്ട് ഉണ്ട്, അത് ഉപയോഗിക്കാതെ കുറച്ച് പ്ലേയേഴ്സൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പിങ്ക് ഡയമണ്ട് സ്റ്റോറിന്റെ അടുത്ത അപ്ഡേറ്റ് എന്നായിരിക്കും? അതായത് ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് ഇനി പിങ്ക് ഡയമണ്ട് സ്റ്റോർ എന്ന് വരും? ഇപ്പോഴാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഗെയിമിലാണെങ്കിൽ എവോ M10ന്റെ നമുക്ക് ഫെയർ വീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു M10ന്റെ ഫെയർ വീൽ അവസാനിച്ചിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്നത് കോബ്ര MP40 വരുമെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞ വിവരം. സെപ്റ്റംബർ അവസാനം ഒരു 21 അല്ലെങ്കിൽ ഒരു 26 ആ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ നമ്മുടെ നെക്സ്റ്റ് വരാൻ പോകുന്നത് കോബ്ര MP40 ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കോബ്ര MP40 മാത്രമാണോ? കൂടെ നമുക്ക് കോബ്ര ബണ്ടിൽ ലഭിക്കില്ലേ? കാരണം ഈ കോബ്ര ബണ്ടിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട് ഗൈസ്, നമുക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ കോബ്ര ബണ്ടിൽ നമുക്ക് വരില്ല. നമ്മുടെ ബൂയയുടെ എവോ ബണ്ടിലില്ലേ ഗൈസ്, ആ ഒരു എവോ ബണ്ടിലാണ് ആദ്യം വരുന്നത്. ബൂയ ഇവന്റിൽ നമുക്ക് ഇത് റിട്ടേൺ വരുന്നുണ്ട്, ഈ ഒരു ബൂയ ബണ്ടിൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കോബ്ര ബണ്ടിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഇടക്കൊന്നും നമുക്ക് കോബ്ര ബണ്ടിൽ കാണാൻ സാധിക്കില്ല. ബട്ട് ഗൈസ്, നമുക്ക് എന്തായാലും കോബ്ര MP40 നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോബ്ര MP40 എന്ന് വരുന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിലാണെങ്കിൽ പുതിയ പെറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ പെറ്റ് വരാൻ പോകുന്ന പെറ്റിന്റെ സ്കിന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 4 സ്കിന്ന് ഇവിടെ കാണാം. നല്ലൊരു സ്കിന്നാണ് ഫ്രണ്ട്സ്. നമുക്ക് എന്തായാലും അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്കിന്ന് കാണാൻ സാധിക്കും പുതിയ പെറ്റിന്റെ. ട്രോപ്പിക്കൽ പാരറ്റ് M1887 എന്ന ഗണ്ണില്ലേ ഗൈസ്, ഈ ഒരു സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യൻ സെർവറിലേക്ക് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു M80 വരുന്നത് നമുക്ക് ദീപാവലി വിഷ് ഈവന്റിലായിരിക്കും. ദീപാവലി വിഷ് ഈവന്റ് നല്ലൊരു ഇവന്റ് ആണ്. അതായത് ഒരുപാട് ലെജൻഡറി ഗണ്ട സ്കിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദീപാവലി വിഷ് ഈവന്റിലൊക്കെ നല്ല മാസ് ലെജൻഡറി ഗണ്ട സ്കിന്നുകളും പിന്നെ നമുക്ക് ബണ്ടിലുകളും കാണാൻ സാധിക്കും. ആ ഒരു വിഷ് ഈവന്റിൽ നമുക്ക് മറ്റുള്ള ഗണ്ട സ്കിന്ന് വരുന്നുണ്ട്, ലെജൻഡറി ഗണ്ട സ്കിന്നൊക്കെ വരുന്നുണ്ട്. കൂടെ നമുക്ക് ട്രോപ്പിക്കൽ പാരറ്റ് M1887 എന്ന ഗണ്ണ് വരുന്നുണ്ട്. പിങ്ക് ഡയമണ്ട് സ്റ്റോർ എന്നായിരിക്കും വരുന്നത്? അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചു, കുറച്ച് പ്ലേയേഴ്സിന്റെ കയ്യിലാണെങ്കിൽ പിങ്ക് ഡയമണ്ട് ബാക്കിയുണ്ട്, ബട്ട് അവർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പ്ലേയേഴ്സിന്റെ കയ്യിൽ പിങ്ക് ഡയമണ്ട് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള പിങ്ക് ഡയമണ്ടും കൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ഉപയോഗം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പിങ്ക് ഡയമണ്ട് സ്റ്റോർ ഫ്രീ ഫയറിലേക്ക് റിട്ടേൺ വരുന്നുണ്ട് വീണ്ടും. എന്ന് വരും ബ്രോ ഈ ഒരു പിങ്ക് ഡയമണ്ട് സ്റ്റോർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ദീപാവലി ഈവന്റിൽ നമുക്ക് പിങ്ക് ഡയമണ്ട് സ്റ്റോർ കാണാൻ സാധിക്കുമെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞ വിവരം. കുറച്ച് ലീക്കുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടിയ പോലെയല്ല, കുറച്ചും കൂടി മാസ് റിവാർഡ്സ് ലഭിക്കാൻ പോകുന്നത് ദീപാവലി ഈവന്റിലായിരിക്കും നമുക്ക് ഈ ഒരു പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ കാണാൻ സാധിക്കുക. പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 990 പിങ്ക് ഡയമണ്ട് കൊടുത്തിട്ടാണ് ഇവിടെ ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ എടുക്കുന്നത്. ഇവിടെ നമുക്ക് കുറെ മെയിൽ ബണ്ടിലുകളും ഫീമെയിൽ ബണ്ടിലുകളും പിന്നെ നമുക്ക് പാരഷൂട്ട് പിന്നെ നമുക്ക് ഒരുപാട് റിവാർഡ്സും കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു പേജിൽ കാണാൻ സാധിക്കുക ഗ്ലൂ വാളുള്ള സ്കിൻ ഉണ്ട്. അതായത് ഇവിടെ 3 ലെജൻഡറി ഗ്ലൂ വാളുള്ള സ്കിന്ന് കാണാം. ഈ ഒരു 3 കളറിലുള്ള ഗ്ലൂ വാളുള്ള സ്കിന്നുകൾ നമുക്ക് ഇവിടെ കാണാം. ഇത്രയും റിവാർഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ ലഭിച്ചത്. നമുക്ക് ബണ്ടിലുകൾ പിന്നെ നമുക്ക് ഗണ്ണിന്റെ സ്കിന്ന്, ബാക്ക് പാക്ക് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂ വാളുള്ള സ്കിന്ന് കാണാൻ കഴിയും എന്നാണ് അറിഞ്ഞത്. നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ലീക്കുകൾ ഇങ്ങനെയാണ്. ബട്ട് ഇന്ത്യൻ സെർവറിൽ ഈ റിവാർഡ്സ് നൽകാതെ ബാക്കിയുള്ള മറ്റുള്ള സെർവറിലും ഈ റിവാർഡ്സ് കൊടുത്തിട്ട് ഗരീന ഉടായ്പ് കാണിക്കുമെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ബ്രോ ഈ പിങ്ക് ഡയമണ്ട് സ്റ്റോർ വീണ്ടും വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ കളി സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് ഫ്രീ ഫയർ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. പിങ്ക് ഡയമണ്ട് ആണെങ്കിൽ പണ്ട് നമ്മുടെ ഗെയിമിൽ ഉണ്ടായിരുന്നു. കുറെ ഓൾഡ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഗെയിമിലേക്ക് തിരിച്ചു വന്നിട്ട് 7-8 മണിക്കൂറൊക്കെ ഗെയിം കളിച്ചിട്ട് മിഷനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിങ്ക് ഡയമണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫ്രീ റിവാർഡ്സ് എടുക്കും. ഇങ്ങനെ കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനും ഗെയിം കളിപ്പിച്ചിട്ട് ഇൻട്രസ്റ്റ് കൂട്ടുവാനും വേണ്ടിയാണ് ഫ്രീ ഫയർ ഇതുപോലുള്ള ഈവന്റുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ദീപാവലി ഈവന്റിൽ നമുക്ക് പിങ്ക് ഡയമണ്ട് സ്റ്റോർ വീണ്ടും കാണാൻ സാധിച്ചേക്കാം. അതുമാത്രമല്ല നമുക്ക് റെഡിങ് കോഡൊക്കെ ലഭിക്കുന്നുണ്ട് ദീപാവലി ഈവന്റിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രീ ഫയറിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ, റെഡിങ് കോഡുകൾ, പുതിയ ന്യൂ ഈവന്റുകൾ എല്ലാം പെട്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.